നീ ഒരു പെൺകുട്ടിയാണ്, നീ ഇങ്ങനെ ഒരു കട തുടങ്ങി കഴിഞ്ഞാൽ പെൺകുട്ടി ആയതുകൊണ്ടാണ് ഏറ്റവും വലിയ തെറ്റ് അതാണ്. ഏറ്റവും വലിയ തെറ്റ് അതാണ്. പെൺകുട്ടി ഒരു 99% ആൾക്കാര് ഇത് മോളെ ഇത് ശരിയാവില്ല, ഹൈവേ വരാൻ പോണാണ്, എന്തായാലും ഹൈവേ വന്ന് കട മാറ്റേണ്ടി വരും. ഇതാണ് നമ്മുടെ പാർവതി, നമ്മുടെ ചേർത്തലക്കാരുടെ സ്വന്തമാണ് ഇപ്പൊ നമ്മുടെ പാർവതി. അപ്പൊ ഇതേതാ ലൊക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചേർത്തല അശ്വതി പമ്പിന് ഓപ്പോസിറ്റ് ആണ്. അപ്പൊ പാർവതീനെ ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുണ്ടാവും വീഡിയോയിലൂടെ. അപ്പൊ പാർവതി സ്വന്തമായിട്ട് ഒരു ഹോട്ടൽ തുടങ്ങണം എന്നൊരു ആഗ്രഹത്തോടു കൂടി തുടങ്ങിയതാണ് ഈ ഒരു തട്ടുകട, ശരിയല്ലേ? അതെ. എത്ര നാളായി ഇപ്പൊ ഇവിടെ തുടങ്ങിയിട്ട്? 9 മാസമായി. ജീവിതത്തില് എന്താ പറയാ, നമ്മള് എന്തെങ്കിലും ഒരു കാര്യം ആഗ്രഹിച്ച അത് എങ്ങനെയെങ്കിലും നേടിയെടുക്കുക അല്ലെ, ആ ഒരു ലക്ഷ്യത്തോടു കൂടി സ്വയമേ ഇറങ്ങി തിരിച്ച ആളാണ്. ഇന്ന് സ്വന്തമായിട്ട് എത്ര സ്റ്റാഫാണ്? ഒരാളേ ഉള്ളൂ. ചേട്ടനുണ്ട്. ഇതാ സ്വന്തമായിട്ട് എത്ര വയസ്സുണ്ട്? 24-ാമത്തെ വയസ്സിൽ സ്വന്തമായിട്ട് സ്റ്റാഫും ഇപ്പൊ ദാ ചേട്ടനും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആഗ്രഹം എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, സ്വന്തമായിട്ട് ഒരു ഹോട്ടല്. അതൊരു വാശിയാണല്ലേ? കാരണം എന്താ സാധിച്ചു തരുന്നത്? സ്വന്തമായിട്ട് ഹോട്ടൽ ഇടുക. അപ്പൊ ഇതിനു മുന്നേ ഒരുപാട് സ്ഥലത്ത് ജോലിക്ക് പോയിട്ടുണ്ട് അല്ലെ? ജോലിക്ക് പോയപ്പോ എന്താണ് കുറെ ഒരു അല്ലെ വല്ലാത്തൊരു അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടായി, അല്ലെങ്കിൽ ആ കാശ് കൊണ്ട് എനിക്ക് എങ്ങും എത്തപ്പെടാൻ പറ്റുന്നില്ല എന്നുള്ളൊരു അല്ലെ ഒരു ചിന്ത വന്ന്, എന്തായിരുന്നു അതിനുള്ള ഒരു കാരണം? ഞാൻ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നപ്പോ ഞാൻ ഹോസ്റ്റലിലാണ് നിന്നത്. അപ്പൊ അവിടുത്തെ ഹോസ്റ്റൽ ഫീസ് കാര്യങ്ങൾ കഴിഞ്ഞിട്ട് നമുക്ക് മിച്ചം ഉണ്ടാവൂല. അവിടെ ഒരു 6 മന്ത് ഞാൻ ജോലി ചെയ്തു. പിന്നെ ആ ജോലി വിട്ടിട്ട് ഞാൻ കൊറേ ജോലിയുടെ പുറകെ ഇങ്ങനെ ഓടി 1.5 മാസം ചേർത്തല, പിന്നെന്ന് പറയുമ്പോ ആലപ്പുഴ, എല്ലായിടത്ത് ഞാൻ ഓടി ജോലി നോക്കി. പക്ഷെ അന്നേരം എനിക്ക് ജോലിയൊന്നും കിട്ടിയില്ല. ഞാൻ ഈ സ്റ്റാഫായിട്ട് വരെ കേറാന്ന് പറഞ്ഞിട്ടുള്ള ഒക്കെ നോക്കി, പറ്റിയില്ല. ഞാൻ ആലോചിച്ച് സ്വന്തമായിട്ട് ഇറങ്ങി. സ്വന്തമായിട്ട് എനിക്ക് അത് മനസ്സിലുണ്ടായിരുന്നു. കാര്യം നേരത്തെ ഒരാളെ ഡിപ്പെൻഡ് ചെയ്തപ്പോ ഒരുപാട് ടോർച്ചറിങ് കിട്ടിയിട്ടില്ലേ പല സ്ഥലങ്ങളിൽ നിന്ന്. അതായത് ഈ ഒരു വരുമാനം കൊണ്ട് ഒരിക്കലും എനിക്കൊരു ഹോട്ടൽ തുടങ്ങാൻ പറ്റില്ല ഒരാളെ ഡിപ്പെൻഡ് ചെയ്യുമ്പോ അല്ലെ. നമുക്ക് സാലറി വരുമ്പോഴത്തേക്ക് നമുക്ക് മന്ത്ലി കുറെ കാര്യങ്ങളുണ്ടാവും. പിന്നെ ഇതുപോലെ തന്നെ ഹോസ്റ്റൽ ഫീസ്, ഫുഡിന്റെ എല്ലാം പോയിട്ട് നമ്മൾക്ക് മിച്ചമൊന്നും ഉണ്ടാവില്ല. അപ്പൊ സ്വന്തമായിട്ട് ഹോട്ടല് അല്ല, ഒരു ബജിക്കട അല്ലെ? അതെ, എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അല്ലെ? വലുതായിട്ട് തുടങ്ങാൻ പറ്റിയില്ല, അപ്പൊ എനിക്ക് ചെറുതായിട്ട് തുടങ്ങാൻ പറ്റുള്ളൂ. ഇപ്പൊ അത് എന്തായാലും ദൈവം സഹായിച്ച് അല്ലെ ഒരുപാട് ആൾക്കാരിലേക്ക് എത്തി. ഇപ്പൊ ഒരു നമ്മുടെ ചേർത്തലയുടെ, സത്യം പറഞ്ഞ ചേർത്തലയുടെ സ്വന്തം എന്ന് തന്നെ പറയാം പാർവതി. അതുപോലെ എന്താ പറയാ, അടിപൊളി എന്താ പറയാ, ഒരു ചെറിയ രീതിയിലാണെങ്കിൽ കൂടെ ആള് കൊടുക്കുന്ന ഫുഡും വെറൈറ്റി രീതിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാരാണ്. രാത്രി എത്ര മണി വരെ ഉണ്ട്? 9 മണി വരെ ഉണ്ട് അല്ലെ? അതിന്